അടിപൊളി ത്രില്ലറാണ്. ഒരു എന്താ പറയുക, രസകരമായിട്ടുള്ള ഒരു കോമഡി ത്രില്ലറാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ പടത്തിൽ സസ്പെൻസ് ആണ്. അതാണ് ഒരു കിടിലൻ ക്ലൈമാക്സ് ആണ് പടത്തിന്റെ ഒരു ഹൈലൈറ്റ്. തീർച്ചയായിട്ടും ആ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഈ പടം കാണുന്നത്. ഞാനാണെങ്കിൽ കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷേ ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം ഒരു കുറേ നാളിന് ശേഷം മമ്മൂക്കയുടെ ഒരു ത്രില്ലർ, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ടാണ് നമ്മൾ ഇന്നത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മിനിറ്റിൽ നമ്മളിങ്ങനെ അടുത്തെന്ത് ആരായിരിക്കും എന്നുള്ളൊരു ഒരു ഇത് പിടിച്ചെടുത്തിക്കൊണ്ട് തന്നെ എനിക്കൊന്ന് ഗൗതം വാസുദേവൻ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഇങ്ങനെ ഫുൾ ടൈം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചെയ്യുന്ന ഗംഭീര പടം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലതാണ്. കാരണം ഞാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനപ്പുറമാണ് ക്ലൈമാക്സ്. നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യും ഇതായിരിക്കും. പക്ഷേ നമ്മളെ ലാസ്റ്റ് മിനിറ്റിൽ ആ ക്ലൈമാക്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അതൊരു ക്ലൈമാക്സ്, വളരെ രസകരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊരു ഏറ്റവും രസകരമായിട്ട് തോന്നുന്നൊരു സാധനം, ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോകുലും മമ്മൂക്കയായിട്ട് നല്ല കെമിസ്ട്രി ഉണ്ട്. ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് വരെ സെയിം ഇമ്പോർട്ടൻസ് ആ ഗോകുലിനും കൊടുത്തിട്ടുണ്ട്. ആ ഗോകുലിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഈ ഒരു സ്റ്റോറിയുടെ ടേണിംഗ് പോയിന്റ് അവർ തന്നെയാണ്. അവരാണ് ഈ ഒരു സിനിമയിലേക്ക് ഒരു കേസിന്റെ പ്ലോട്ട് കൊണ്ടുവരുന്നത്. അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ്. എല്ലാവർക്കും, വിനീതിനായാലും എല്ലാവർക്കും ഈ സിനിമയിൽ ഉടനീളം ഉള്ള. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഗോകുലും മമ്മൂക്കയായിട്ടുള്ള ഒരു കെമിസ്ട്രി ആദ്യമായിട്ടാണ് തോന്നുന്നല്ലോ അവർ. അല്ല, രണ്ടാമത്തെ പടമാണ് മാസ്റ്റർ പീസ് ഉണ്ട്, രണ്ടാമത്തെ പടമാണ്. പക്ഷെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും നല്ല കെമിസ്ട്രി ആയിരുന്നു ഗോകുലും മമ്മൂക്കയായിട്ട്. അത് സൂപ്പർ. തീർച്ചയായിട്ടും ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. ഫാമിലി പടമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മമ്മൂക്ക ഇതിൻ്റെ അതൊരു അത്യാവശ്യം ഒരു മമ്മൂക്കയുടെ ഒരു ഏജ് ലെവലിൽ നിന്ന് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ഒരു സീനിയർ ആളായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അത് മമ്മൂക്കയ്ക്ക് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ സാധനം. ഒരു ചോദ്യം കൂടെ, സിനിമയുടെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ മാർക്കോയെ ഡൊമിനിക്ക് തൂക്കി അടിക്കുമോ? മാർക്കോ വേറൊരു പടമാണ്. മാർക്കോ എന്ന് പറഞ്ഞാൽ ഫുൾ വയലൻസും അങ്ങനെ ഒരു പടമാണ്. ഇത് ഒരു ത്രില്ലറാണ്. ഇത് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറഞ്ഞാൽ പക്ക ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. ഒരു ത്രില്ലർ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ്. ഇത് നമ്മളെന്താ പറയുക, ആകാംക്ഷയുടെ മുൻമുന്നിൽ നിർത്തി അവസാനം വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു ത്രില്ലർ സിനിമ വിജയം കാണണമെങ്കിൽ പ്രേക്ഷകരെ നമ്മൾ പിടിച്ചിരുത്തി നമ്മൾ അടുത്ത സെക്കൻഡ് എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ആകാംക്ഷ അത് ഈ ചിത്രത്തിന്റെ അവസാനം വരെ ഉണ്ട്. അതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ വിജയം. വളരെ രസകരമായിട്ടുള്ള പടമാണ്. കാരണം ഇതൊരു ക്ലൈമാക്സിൽ തന്നെ ഒരു നമ്മളെ മുൾമുനയിൽ കൊണ്ട് നിർത്തിയിട്ടാണ് അവസാനം എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ഈ ഒരു ക്യാരക്ടർ CI ഡൊമിനിക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമ്മൾ വീണ്ടും വെള്ളിത്തിരയിൽ കാണാൻ ആഗ്രഹിക്കും. ത്രില്ലറാണ്, പക്ക ത്രില്ലറാണ്. ത്രില്ലർ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പടം. പൊളിച്ച് അടിപൊളി, ഒരു രക്ഷയില്ല. കിടിലം അവസാനത്തെ ഒരു 20 മിനിറ്റ് സൂപ്പർ, ഒരു രക്ഷയില്ല. അടിപൊളി അവസാനത്തെ 20 മിനിറ്റ് കിടിലം, സൈലന്റ് ഹിറ്റ്, സൂപ്പർ പടം, ഒരു രക്ഷയില്ല. ത്രില്ലടിപ്പിച്ചു അവസാനത്തെ 20 മിനിറ്റ് കിടിലം. കണ്ടോണ്ടിരിക്കുക. സസ്പെൻസ് കൊള്ളാം, ഏറ്റവും ലാസ്റ്റത്തെ സസ്പെൻസ് കൊള്ളാം. പിന്നെ ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. അതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആക്കിയിരുന്നെങ്കിൽ ഇതിൽ മാസമായനെ പടം. ഇതിലിപ്പോൾ സ്ലോ പേസ് മൂവിയാണ്, ഒരു ഗൗതം മേനോൻ മൂവി. ആ ഗൗതം മേനോൻ മൂവി എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലേ പോകുള്ളൂ. നമ്മൾ ആ കണ്ടിട്ടുള്ള ആ സംഭവങ്ങളിലൊക്കെ പോവുള്ളൂ. എനിക്ക് തോന്നിയതാണ് ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു മറ്റൊരു പോലീസ് ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാസമായിരുന്നു. ക്ലൈമാക്സ് സൂപ്പറായിട്ടുണ്ട്. നമ്മളാരും അങ്ങനെ പ്രതീക്ഷിക്കില്ല. ആദ്യത്തെ ഒരു ഇൻട്രോയിൽ വരെ വലിയ ഇത്തിരി പിടിച്ചിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല. എന്തുകൊള്ളാം, സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ, ഒരു സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത്രയ്ക്ക് ഒരുപാടൊന്നും വലിയ സംഭവമായിട്ടുള്ള ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഒരു പിടിച്ചിരുത്തുന്നുണ്ട് പടം. കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സംഭവം. അത് അത്രയും നല്ല ക്ഷമയോട് ഇരുന്ന് കാണുക എന്നുള്ളത് മാത്രമേ. നമ്മളെല്ലാ സിനിമകൾ കാണുന്നത് പോലെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോട് പോകുന്നതല്ല. പക്ഷേ മമ്മൂക്കയുടെ ആ സ്ക്രീൻ പ്രസൻസ് അതൊരു വല്ലാത്ത എൻജോയ്മെൻ്റ് ആണ്. പുള്ളി ഓരോ സിനിമയിലും ആ ഒരു പ്രസൻസ് കൊണ്ടുവരും. അതിനെ വെല്ലാൻ പിന്നെ വേറെ ആർക്കും പറ്റില്ല. പക്ഷേ സിനിമ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടം. പക്ഷേ എനിക്ക് നല്ല എൻഗേജ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ അതൊരു ഫ്ലോയിലാണ് ആ സിനിമ പോകുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ഒരു ഫ്ലോയിലാണ് ആ സിനിമ പോകുന്നത്. എനിക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല ഫിലിമാണ്. പടം നല്ല പടമാണ്. ഗൗതം വാസുദേവനോന്റെ മലയാളത്തിന്റെ ഒരു കാൽവെപ്പും പിന്നെ എന്താ പറയുക, മമ്മൂട്ടി കമ്പനി ഒരു ബ്രാൻഡാണ്. മമ്മൂട്ടി കമ്പനി പരീക്ഷണ ചിത്രങ്ങളാണ്. ഇതും ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ്. തീർച്ചയായിട്ടും ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതൊരു ഹിറ്റ് തന്നെയായിരിക്കും. അതിനുള്ള സാധനം ഇതിലുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ
സസ്പെൻസ് കൊള്ളാം, സസ്പെൻസ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ ക്ലൈമാക്സിൽ വരുന്നുണ്ട്. ഓക്കെ, ഒരു പരീക്ഷണ ചിത്രമാണ്, അത് ഉറപ്പായിട്ടും അത് ആവണം, തീർച്ചയായിട്ടും ആവണം. ഓക്കെ, നല്ല അടിപൊളി പടം കേട്ടോ. ഇപ്പം ത്രില്ലറിലായിരിക്കും ഇറങ്ങുന്നത്, പക്ഷേ ത്രില്ലറിൻ്റെ കൂടെ ഒരു എന്റർടൈനർ കൂടെ പാക്ക് ചെയ്തിരിക്കുക. മമ്മൂട്ടിയുടെ ലുക്ക് അപാരമാണ്, ഡ്രസ്സിംഗ് സെൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ പ്രായത്തിലും പുള്ളി അടിപൊളിയായിട്ട് ലുക്ക് ആകുന്നുണ്ട്, നല്ല സൂപ്പർ സംഭവമാണ്. അടിപൊളി പടം കണ്ടി വൺ ടൈം വാച്ച് അല്ല, നല്ല ഒന്നുകൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പടമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ആ BGM കാര്യങ്ങളൊക്കെ ക്യാമറ വർക്കും ആംഗിൾസും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മമ്മൂട്ടിയുടെ ലുക്ക് അപാരമാണ്. ഈ ഒരു പ്രായത്തിലും പുള്ളി എങ്ങനെ ഇരിക്കുന്നുള്ളൊരു സംഭവമുണ്ട്. സൈലൻസ് സിനിമ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഗംഭീര സസ്പെൻസ് ആ പടത്തിന്. മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായ വിജയങ്ങൾ തന്നെയാണ്. നമ്മൾ ഇതുവരെ നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു സസ്പെൻസ് രീതിയാണ് പടത്തിൽ വന്നിട്ടുള്ളത്. ഗംഭീര സസ്പെൻസ് ആ പടം. ഒരു രക്ഷയില്ല, അടിപൊളി പൊളിച്ച് ക്ലൈമാക്സ് ഒക്കെ സെറ്റ് സൂപ്പർ പടം. നല്ല പടം പടം കൊള്ളാം, നല്ല പടം, വ്യത്യസ്തമായ പടം, വ്യത്യസ്തമായ ഫിലിം. മമ്മൂട്ടിക്കിടയിലും പറയാനുണ്ട. സൂപ്പർ, നല്ല പടം, അടിപൊളി പടം, സൂപ്പർ പടം. മമ്മൂക്ക ഗൗതം മേനോന്റെ ആദ്യത്തെ മലയാള പടം വളരെ നന്നായിട്ടുണ്ട്. ഗൗതം മേനോന്റെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ തമിഴിൽ കണ്ടിട്ടുണ്ട്, എല്ലാം സൂപ്പർ ഹിറ്റാണ്. ജനങ്ങൾ രണ്ട് കൈയിലിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ പടവും തീർച്ചയായും ജനം സ്വീകരിക്കും. ഡൊമിനിക് എന്ന കഥാപാത്രത്തെ മമ്മൂക്ക അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അതുപോലെ നായിക കൂടെ അഭിനയിച്ച ഗോകുൽ സുരേഷ്, എല്ലാവരും വളരെ നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കുന്നത് അപ്പുറേ പോയി. വളരെ നല്ല പടം. കുഴപ്പമില്ല, ഫസ്റ്റ് മലയാളം പടമല്ലേ, കുഴപ്പമില്ല, കണ്ടിരിക്കും. സൂപ്പർ മൂവിയാണ്. കാരണം ഒരു രക്ഷയില്ല, ഒരു വെറൈറ്റി സാധനമാണ്. നമുക്ക് എപ്പോഴും വെറൈറ്റി തേടി നടക്കുന്ന ഒരാളാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴും നമ്മൾ ഈ പ്രേക്ഷകർക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു നല്ലൊരു മൂവി, നല്ലൊരു മേക്കിംഗ്. ഗൗതം വാസുദേവന്റെ ഒരു നല്ലൊരു മൂവിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് കാണണം. ഒരു വെറൈറ്റി സാധനമാണ്. എല്ലാവരും എപ്പോഴും നമുക്കൊരു വെറൈറ്റി തേടി പോണ ആളാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടമാണ്, എല്ലാവർക്കും വന്ന് കാണും. ഗൗതം മേനോനും മമ്മൂക്കായി ഒന്നിക്കുമ്പോൾ എന്താണെന്ന് അറിയാമല്ലോ, മമ്മൂട്ടി കമ്പനി മലയാളികൾക്ക് ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്ത ഒരു കമ്പനിയാണ്. ഈ സിനിമ ആദ്യ ഹാഫ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമറിലേക്ക് പോവുകയും സെക്കൻഡ് ഹാഫ് സീരിയസിലേക്കും ക്ലൈമാക്സ് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ 2025 ആദ്യ മമ്മൂക്ക സിനിമ ഒരു മെഗാ ഹിറ്റ് എന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല.